ഗുഡ് ബാഡ് അഗ്ലി സ്റ്റാറിംഗ് തല അജിത് കുമാർ AK, ഡയറക്ടഡ് ബൈ അദിക് രവിചന്ദ്രൻ. അദിക്കിന്റെ പ്രീവിയസ് സിനിമയായി മാർക്ക് ആന്റണി എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പോകുന്നവർക്ക് അറിയാം അവർ എന്ത് കൈൻഡ് ഓഫ് റൈഡിനാണ് കയറാൻ പോണത്. നമ്മുടെ ചെവി പൊട്ടിത്തെറിക്കുന്ന കൈൻഡ് ഓഫ് GVMന്റെ പെട മ്യൂസിക്, ഫാസ്റ്റ് പേസ് സ്ക്രീൻ പ്ലേ, ഫാസ്റ്റ് പേസ് എഡിറ്റിംഗ്, ഇതൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്തു വെച്ചിരിക്കുന്നത്. കാണാൻ പോകുന്നവർ ലോജിക് എന്ന സാധനം തോട്ടിലെറിഞ്ഞിട്ട് വേണം പോയി കാണാൻ. ലോജിക്, കഥ ഇതൊക്കെ തേടി പോകാനാണ് പ്ലാനെങ്കിൽ അവർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ലോജിക്കൽ എന്റർടൈൻമെന്റ് ആണ് വേണമെങ്കിൽ അത് ഈ സിനിമ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് സമ്മാനിക്കും. മാർക്ക് ആന്റണി എന്ന സിനിമയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു പ്ലോട്ട് ഉണ്ടായി, ടൈം ട്രാവൽ. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഈ ഒരു സിനിമ നമ്മൾ ഉടനീളം കണ്ട് നമ്മൾ തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഒറ്റ സംഭവം ഉണ്ടാവുള്ളൂ, അതാണ് അജിത് അജിത് അജിത്. അജിത്ത് എന്ന നടനെ എത്രത്തോളം മാസ്മരികമായി കാണിക്കാൻ പറ്റുമോ അത്രത്തോളം അതിന്റെയൊക്കെ മേലെയാണ് അദിക് എന്ന ഫാൻ ബോയ് അജിത്തിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കിങ് ഓഫ് ഗാങ്സ്റ്റേഴ്സ്, കിങ് ഓഫ് ദ വേൾഡ്, AK എന്ന ഗാങ്സ്റ്റർ മുന്നിൽ ബാക്കി എല്ലാവരും ശിശുക്കൾ എന്ന രീതിയിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അജിത്തിന്റെ പഴയ കുറെ സിനിമകളും ഡയലോഗ്സും പാട്ടുകളും എല്ലാം കൂടെ കൂട്ടിക്കഴിച്ച ഒരു ഫാൻ ബോയ് സംഭവമാണ് ഗുഡ് ബാഡ് അഗ്ലി. ഇത് അജിത് ഫാൻസിന് മാത്രമുള്ള സിനിമയാണെന്ന് വെച്ചാൽ അല്ല. ഞാൻ ഒരു അജിത് ഫാൻ അല്ല, എന്നിട്ട് പോലും ഞാൻ ഈ സിനിമ ഉടനീളം കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. അജിത്തിന്റെ പെർഫോമൻസ് അത്രയും അടിപൊളിയാണ്. ചിലപ്പോൾ നമ്മൾ പോലും അജിത്തിന്റെ ഒരു ഫാനായി പോവാം ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം. 2 മണിക്കൂർ 19 മിനിറ്റ് ഒരു രീതിയിലും ബോറടിപ്പിക്കാണ്ട് നമ്മളെ തിയേറ്ററിൽ എൻഗേജ് ചെയ്ത് ഇരുത്താൻ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ കാണാൻ പോണതിന് മുന്നേ ദീന, വാലി, ബില്ല 1, ബില്ല 2 ഇതൊക്കെ കണ്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും അടിപൊളി. അന്നേരം നമുക്ക് ആ ഉഷാറ് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഒരു മാസ് മസാല സിനിമയാണ്. അപ്പോൾ ഓഫ്കോഴ്സ് നടന്മാർക്കാണ് ഏറ്റവും വലിയ സുപ്പീരിയറിറ്റി കൂടുതൽ. പക്ഷെ ഇതിനകത്ത് അർജുൻ ദാസ് ആണ് ഇതിൽ മെയിൻ വില്ലൻ പ്ലേ ചെയ്തിരിക്കുന്നത്. പക്ഷെ അർജുൻ ദാസിന് നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നല്ലൊരു ഇമ്പാക്ട് കൊടുത്തിരിക്കുന്ന വില്ലൻ കഥാപാത്രം തന്നെയാണ് അർജുൻ ദാസിന്റെ. അർജുൻ ദാസ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ തൃഷ, കുറെ കാലം കഴിഞ്ഞ തൃഷ അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചത് കാണുന്നത്, തൃഷ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. സിമ്രൻ ക്യാമിയോ അപ്പിയറൻസ് നന്നായിരുന്നു. പ്രഭു, പ്രസന്ന, സുനിൽ, കാർത്തികേയ ദേവ്, പ്രിയ വാര്യർ, ജാക്കി ഷ്രോഫ് ഇവരൊക്കെ ഡീസന്റ് ആയിട്ടുണ്ടായി. ഇത്രയും ആൾക്കാരുടെ സിനിമ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആകെ ഒറ്റ ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, അതാണ് റെഡ് ഡ്രാഗൺ. അജിത്തിന്റെ റെഡ് ഡ്രാഗൺ മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. ഇതിലെ മാസ് സീക്വൻസസും ഇതിലെ ആക്ഷൻ സീക്വൻസും എല്ലാം വെൽ എക്സിക്യൂട്ടഡ് ആയിരുന്നു. എനിക്ക് ഏതായാലും വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. ഇടിയും വെടിയും കൊലയും എല്ലാം കൂടി കലർന്ന ഒരു തലയുടെ വിളയാട്ടമാണ് ഈ സിനിമ. അജിത്തിന്റെ ഒരു കളർഫുൾ ഷോ, ഒരു വിഷു പടം കണ്ട ഒരു ഫീലാണ് ഈ സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. പക്ഷെ അപ്പോഴും മാർക്ക് ആന്റണി തന്നെയാണ് എനിക്ക് അദിക് രവിചന്ദ്രന്റെ ഒരു ബെസ്റ്റ് വർക്കായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിരിക്കുന്നത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ സിനിമ നിങ്ങൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യും, കൂട്ടനീളം നിങ്ങൾ എൻജോയ് ചെയ്യും, അല്ലെങ്കിൽ ഈ സിനിമ നിങ്ങൾ നന്നായിട്ട് വെറുക്കും. അത് നിങ്ങൾ കണ്ട് തന്നെ അറിയും.